സിദ്ധാനാം കപിലോ മുനി. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ അർജുനനോട് തൻ്റെ ഉത്കൃഷ്ടമായ വിഭൂതികളെക്കുറിച്ച് പറയുമ്പോൾ പ്രഖ്യാപിച്ച വരികളാണിത്. അർജുന, എന്താണ്? സിദ്ധന്മാരിൽ ഞാൻ കപിലമുനിയാകുന്നു. ഭക്തരെ, കേവലം ഒരു സാധാരണ ഋഷിയല്ല ആര്? കപിലമുനി. സനാതനധർമ്മത്തിലെ ജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ ജ്ഞാനത്തിലെ മൂർത്തിഭാവമായ സാക്ഷാൽ ഭഗവാന്റെ അംശാവതാരമാണ് ആര്? കപിലമുനി. സനാതന ധർമ്മത്തിൻ്റെ ചിന്തധാരയെ അഥവാ ഭാരതീയ ചിന്തധാരയെ വെറും വരണ്ട നിരീശ്വരവാദ തത്വങ്ങളിൽ നിന്ന് രക്ഷിക്കാനും യഥാർത്ഥ ജ്ഞാനം എന്നത് ഭഗവത് ഭക്തിയിൽ അധിഷ്ഠിതമാണെന്ന് ലോകത്തിന് കാട്ടിത്തരാനുമാണ് ആര്? ഭഗവാൻ കപിലനായിട്ട് അവതരിച്ചത്. ഇന്ന് ജീവിക്കുന്ന ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ യുഗത്തിലാണ് അല്ലേ നാം ഇന്ന് ജീവിക്കുന്നതൊക്കെ. നമുക്കറിയാം, ഒരുപാട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ യുഗത്തിലാണ്. അപ്പം എല്ലാത്തിനെയും ചോദ്യം ചെയ്യാനും വിശകലനം ചെയ്യാനും ഇഷ്ടപ്പെടുന്ന ആധുനിക മനുഷ്യന് ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പാകത്തിൽ ഈ പ്രപഞ്ചത്തെയും മനുഷ്യ ജീവിതത്തെയും കൃത്യമായി തരംതിരിച്ച് പഠിപ്പിച്ച തത്വചിന്തയാണ് കപിലമുനിയുടെ സാഖ്യയോഗം. കപിലമുനിയുടെ സാഖ്യയോഗം എന്താണ്? എല്ലാത്തിനെയും ചോദ്യം ചെയ്യാനും വിശകലനം ചെയ്യാനും ഇഷ്ടപ്പെടുന്ന ആധുനിക മനുഷ്യന് തൻ്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പാകത്തിൽ ഈ പ്രപഞ്ചത്തെയും മനുഷ്യജീവിതത്തെയും കൃത്യമായി തരംതിരിച്ച് പഠിപ്പിച്ച തത്വചിന്തയാണ് കപിലദേവന്റെ സാഖ്യയോഗം. യൂറോപ്യൻ പണ്ഡിതന്മാർ ഇതിനെ എന്ത് പറയും? മെറ്റാഫിസിക്സ് എന്ന് വിളിച്ച് ആദരിക്കുന്നതിന് എത്രയോ യുഗങ്ങൾക്ക് മുമ്പ് കൃതയുഗത്തിൽ അഥവാ സത്യയുഗത്തിൽ ഭഗവാൻ കപിലൻ ഈ ജ്ഞാനം ആർക്ക് നൽകി? ലോകത്തിന് നൽകി. ശ്രീമദ് ഭാഗവത പുരാണത്തിൻ്റെ ക്രമമനുസരിച്ച് ഭഗവാന്റെ അവതാര ലീലകളിൽ 5ാമതായാണ് ആര്? കപിലാവതാരം വരുന്നത്. നമ്മൾ നേരത്തെ മറ്റുള്ളവരുടെ പഠിച്ചു. ആരുടെയൊക്കെയാണ്? സനകാദി മുനികൾ, വരാഹ അവതാരം, നാരദ മഹർഷി, നരനാരായണന്മാർ എന്നീ അവതാരങ്ങൾക്ക് ശേഷം വരുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ജ്ഞാനാവതാരമാണ് ഈ കപിലദേവന്റെ അവതാരം. അപ്പം ഈ ഭഗവാൻ കപിലന്റെ അവതാര പശ്ചാത്തലവും അദ്ദേഹം തൻ്റെ മാതാവിന് ഉപദേശിച്ചു കൊടുത്ത ജ്ഞാനവും സാഖ്യശാസ്ത്രവും അതിനുശേഷം നടന്നിട്ടുള്ള പുരാണ സംഭവങ്ങളുമൊക്കെ നമുക്ക് ഈ ഒരു അധ്യായത്തിൽ നോക്കാം. അപ്പം ഈ ഒരു അവതാരം നടക്കുന്നത് എവിടെയാണ്? അതിൻ്റെ ലക്ഷ്യം എന്താണ്? ഭാഗവതത്തിൽ 3ാം സ്കന്ധത്തിലാണ് ഭഗവാൻ കപിലൻ്റെ ജനനവും ലീലകളും ഏറ്റവും വിശദമായിട്ട് പ്രതിപാദിക്കുന്നത്. 3ാം സ്കന്ധത്തിൽ 21 ശ്ലോകം മുതൽ 33 വരെ ഉള്ള ശ്ലോകങ്ങളിലാണ് 23ാം അധ്യായം മുതൽ 33ാം അധ്യായം വരെ ആണ് ഈ കപിലമുനിയുടെ ചരിത്രവും ഉപദേശങ്ങളും വരുന്നത്. 13 അധ്യായങ്ങളിൽ. ഈ ഒരു 3ാം അധ്യായം എന്ന് പറയുന്നതാണ് ബ്രഹ്മാവിൻ്റെ നേതൃത്വത്തിലുള്ള പ്രപഞ്ച സൃഷ്ടി. കപിലദേവന്റെ മാതാപിതാക്കൾ ബ്രഹ്മാവിൻ്റെ മാനസപുത്രനും മഹാതപസ്യവുമായിട്ടുള്ള കർദമ പ്രജാപതിയാണ് പിതാവ്. സ്വയംഭൂമനുവിൻ്റെ പുത്രിയായ ദേവഹൂതിയാണ് മാതാവ്. കർദമ പ്രജാപതി സരസ്വതീ നദിക്കരയിൽ 10,000 വർഷം കഠിന തപസ് ചെയ്ത് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി. ഭഗവാന്റെ നിർദ്ദേശപ്രകാരമാണ് ദേവഹൂതിയുമായിട്ടുള്ള വിവാഹം നടക്കുന്നത്. അവർക്ക് ആദ്യം 9 പുത്രിമാർ ജനിക്കും. പിന്നീട് ഇവരെ മരീചി, അത്രി തുടങ്ങിയ പ്രമുഖ ഋഷിമാർക്ക് വിവാഹം കഴിച്ചു നൽകും. ആ 9 പുത്രിമാർക്ക് ശേഷം ഏക മകനായാണ് സാക്ഷാൽ ഭഗവാൻ തന്നെ
കപിലനായിട്ട് അവതരിക്കുന്നത്. അവതാരത്തിന് പ്രധാനമായിട്ടും 3 ലക്ഷ്യങ്ങളാണ്. ഒന്ന്, നശിച്ചുപോയ ജ്ഞാനത്തെ പുനഃസ്ഥാപിക്കുക. സത്യയുഗത്തിൻ്റെ തുടക്കത്തിൽ ഭഗവാൻ നൽകിയ പരമമായ ആത്മജ്ഞാനം കാലപ്രവാഹത്തിൽ എങ്ങനെ നഷ്ടപ്പെട്ടു? ആർക്ക് നഷ്ടപ്പെട്ടു? മനുഷ്യർക്ക് എന്ത് നഷ്ടപ്പെട്ടു? മനുഷ്യർക്ക് വിസ്മൃതിയിലായിപ്പോയി. ഈ അവസ്ഥയെ ഭാഗവത ശ്ലോകത്തിൽ എന്ത് കാലവിപ്ലുതം എന്ന് വിളിക്കുന്നു. ആ നഷ്ടപ്പെട്ട ജ്ഞാനത്തെ പുനഃസ്ഥാപിക്കുക എന്നതായിരുന്നു പ്രധാന ദൗത്യം. കപിലദേവന്റെ അവതാരത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എത്രയൊക്കെയാണ്? 3 അതിൽ പ്രധാനപ്പെട്ടത് ഒന്നാമത്തത് എന്തായിരുന്നു? സത്യയുഗത്തിൻ്റെ തുടക്കത്തിൽ ഭഗവാൻ നൽകിയ പരമമായ ജ്ഞാനം കാലപ്രവാഹത്തിൽ മനുഷ്യർക്ക് വിസ്മൃതിയിലായിപ്പോയി. അപ്പം ആ നഷ്ടപ്പെട്ട ജ്ഞാനത്തെ പുനഃസ്ഥാപിക്കുക എന്നതായിരുന്നു പ്രധാന ദൗത്യം. 2, മാതാവിന് മുക്തിയേകുക. ലൗകിക ബന്ധത്തിൽ ഉരുകിത്തീർന്ന തൻ്റെ മാതാവായ ദേവഹൂതിക്ക് പരമപദം പ്രാപിക്കാനുള്ള വഴി കാണിച്ചു കൊടുക്കുക എന്നതായിരുന്നു അടുത്ത ലക്ഷ്യം. 3 എന്താണ്? ഭക്തിയും ജ്ഞാനവും സമന്വയിപ്പിക്കുക. വെറും വരണ്ട ജ്ഞാനത്തിനപ്പുറം ഭഗവത് ഭക്തിയിൽ അധിഷ്ഠിതമായ ജ്ഞാനമാർഗം ലോകത്തിന് ഉപദേശിക്കുക. മകൻ്റെ ജനനത്തോടെ തൻ്റെ ലൗകിക കടമകൾ തീർന്നുവെന്ന് മനസ്സിലാക്കിയ കർദമ പ്രജാപതി കപിലൻ്റെ അനുഗ്രഹത്തോടെ ജീവമുക്തനായി എവിടേക്ക് പോയി? വനത്തിലേക്ക് തപസ്സിനായി പോയി. അതിനുശേഷമാണ് അമ്മയും മകനും തമ്മിലുള്ള ആ വിഖ്യാതമായിട്ടുള്ള സംവാദം നടക്കുന്നത്. എന്ത്? സാഖ്യയോഗം ഉപദേശിച്ചു കൊടുക്കുന്നത്. ഭഗവാൻ കപിലൻ തൻ്റെ അമ്മയ്ക്ക് ഉപദേശിച്ച പരമമായ ജ്ഞാനമാണ് എന്ത്? കപിലഗീത അഥവാ സാഖ്യശാസ്ത്രം. സാഖ്യം എന്ന് പറഞ്ഞാൽ 2 അർത്ഥങ്ങളുണ്ട്. ഒന്നിനെ എന്താണ്? ഒന്ന് എന്ന് പറഞ്ഞാൽ ഒന്നിനെ കൃത്യമായി എണ്ണുക, അല്ലെങ്കിൽ ഘടകങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്തുക. 2 എന്താണ്? സമ്യക് ഖ്യാതി അഥവാ പൂർണ്ണമായ ജ്ഞാനം കൃത്യമായി വിശകലനം ചെയ്യുക. ഇതിൽ ഉൾക്കൊള്ളിക്കുന്ന കാര്യങ്ങളാണ് ഇനി പറയാൻ വരുന്നത്. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ 2 അടിസ്ഥാന ശക്തികൾ. അപ്പം സാഖ്യശാസ്ത്ര പ്രകാരം എന്ത്? ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നത് 2 പ്രധാന ഘടകങ്ങളിലാണ്. എന്തൊക്കെയാണ്? പുരുഷൻ, ആത്മാവ്, പിന്നെ എന്താണ്? പ്രകൃതി. അല്ലേ? പുരുഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ്, സ്പിരിറ്റ് സോള്. ഇത് എന്ത്? ശുദ്ധബോധം, നമ്മുടെ അല്ലേ, പ്യുവർ കോൺഷ്യസ്നെസ്. മാറ്റമില്ലാത്തതും ജനന മരണങ്ങളില്ലാത്തതും പ്രപഞ്ചത്തിലെ എല്ലാത്തിനും സാക്ഷിയായി നിൽക്കുന്നതുമാണ് ആര്? പുരുഷൻ, അതായത് ആത്മാവ്. 2 എന്താണ്? പ്രകൃതി, അത് ജഡം. ഇത് അല്ലെങ്കിൽ മാറ്റർ എന്ന് പറയും. ഇത് മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഭൗതിക ശക്തിയാണ്. ഇത് 2 ഘടകങ്ങൾ. ഒന്ന് ആത്മാവും പിന്നെ പ്രകൃതി. എന്ത്? ആത്മാവിന് എന്തില്ല? അത് ശുദ്ധമായ ബോധമാണ്, മാറ്റമില്ലാത്തതാണ്, ജനന മരണങ്ങളില്ലാത്തതാണ്. പിന്നെ എന്താണുള്ളത്? പ്രകൃതി, അല്ലേ, മാറ്റർ. ഇത് മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഭൗതിക ശക്തിയാണ്. നമ്മുടെ ശരീരവും മനസ്സും ചുറ്റുമുള്ള ഭൗതിക ലോകവും എല്ലാം എന്ത് പെടുന്നു? ഇതിൽ പെടുന്നു. അപ്പോൾ പ്രകൃതിക്ക് സ്വന്തമായി എന്തില്ല? ബോധമില്ല. എന്നാൽ പുരുഷന്റെ സാന്നിധ്യം കൊണ്ടെന്ത്? അത് ചലനാത്മകമാകുന്നു. അപ്പം പിന്നെ എന്ത്? പ്രകൃതിയുടെ 3 ഗുണങ്ങൾ, ത്രിഗുണങ്ങൾ. അപ്പം ഭൗതിക പ്രകൃതിയും മനുഷ്യ സ്വഭാവവും നിയന്ത്രിക്കപ്പെടുന്നത് എന്താലാണ്? 3 ഗുണങ്ങളാലാണ്. ഏതൊക്കെയാണ് ആ ഗുണങ്ങൾ? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. സത്യഗുണം എന്ന് പറയുന്നത് പ്രകാശം, ജ്ഞാനം, സമാധാനം, പവിത്രത. രജോ ഗുണം കർമ്മം, ആഗ്രഹം, അല്ലേ, അഹംഭാവം ഒക്കെ വരും. പിന്നെ തമോ ഗുണം അജ്ഞത, മടി, ഉറക്കം, പിന്നെയോ അന്ധകാരം. പിന്നെ സാഖ്യശാസ്ത്രത്തിലെ 24 അടിസ്ഥാന തത്വങ്ങൾ എന്തൊക്കെയാണ്? ഇതെല്ലാം നിലനിൽക്കുന്നത് ഈ 24 തത്വങ്ങളിലാണ്. ഒന്ന് മൂലപ്രകൃതി, പിന്നെ പ്രപഞ്ചത്തിൻ്റെ പ്രഥമ കാരണം എന്താ? മൂലപ്രകൃതി. പിന്നെ മഹത്തത്വ, പ്രപഞ്ച ബുദ്ധി. പിന്നെയോ അഹങ്കാരം, എന്താണ്? ഞാൻ എന്ന ഭാവം. പിന്നെയോ മനസ്സ്. പിന്നെ 5 ജ്ഞാനേന്ദ്രിയങ്ങൾ. എന്താണ്? ചെവി, ശബ്ദം അറിയാനുള്ളത്. പിന്നെയോ തൊലി, സ്പർശമറിയാനുള്ളത്.
കണ്ണ് രൂപമറിയാനുള്ളത്, നാക്ക് രസമറിയാനുള്ളത്, മൂക്ക് ഗന്ധമറിയാനുള്ളത്, പിന്നെ നമ്മുടെ 5 കർമ്മേന്ദ്രിയങ്ങൾ, വാക്ക്, അല്ലേ, കയ്യ്, കാല്, പായു, ഉപസ്ഥം, പിന്നെയോ തന്മാത്രകൾ, ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, പിന്നെയോ പഞ്ചഭൂതങ്ങൾ, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, പിന്നെ പുരുഷനെ, ശുദ്ധമായ ചൈതന്യ ആത്മാവിനെ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പം ഈ 24 തത്വങ്ങളും ചേർന്നതാണിത് നമ്മുടെ ഭൗതിക ശരീരം. ഇതിന് മുകളിലായി ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന 25ാമത്തെ തത്വമാണ് ആര്? പുരുഷൻ അഥവാ ആത്മാവ്. അപ്പോൾ ആദ്യം നമ്മൾ മൂലപ്രകൃതി എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് ഈ മൂലപ്രകൃതി എന്ന് പറയുന്നത്? പ്രപഞ്ചത്തിൻ്റെ ആദിമമായിട്ടുള്ള ആവാസ വ്യവസ്ഥയാണ്, അല്ലെങ്കിൽ ആദിമമായ അവസ്ഥയാണ് എന്ത്? മൂലപ്രകൃതി എന്ന് പറയുന്നത്. എന്താണ് മൂലപ്രകൃതി? മൂലപ്രകൃതി എന്നത് ഭൗതിക പ്രപഞ്ചത്തിൻ്റെ ആദിമമായ അവസ്ഥയാണ്. ഇതെന്ന് പറഞ്ഞത് ജഡമാണ്, അല്ലേ, മാറ്ററാണ്. അതായത് ഇതിന് സ്വന്തമായിട്ട് എന്തില്ല? ബോധമില്ല. അപ്പം ഒരു വീട് നിർമ്മിക്കാൻ ആവശ്യമായ മണ്ണും കല്ലും സിമെൻറ്റും ഒക്കെ പോലെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും നമ്മുടെ ശരീരവും മനസ്സും വരെ നിർമ്മിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ആദിമമായിട്ടുള്ള എന്ത്? റോ മെറ്റീരിയൽ ആണെന്ത്? ഈ മൂലപ്രകൃതി എന്ന് പറയുന്നത്. അപ്പം എന്താണ് മൂലപ്രകൃതി? മൂലപ്രകൃതി എന്നത് ഭൗതിക പ്രപഞ്ചത്തിൻ്റെ ആദിമമായ അവസ്ഥയാണ്. ഇത് ജഡമാണ്, അതായത് ഇതിന് സ്വന്തമായിട്ട് എന്തില്ല? ബോധമില്ല. ഒരു വീട് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള മണ്ണും കല്ലും സിമൻറ്റും ഒക്കെ പോലെ തന്നെ ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും നമ്മുടെ ശരീരവും മനസ്സും വരെ നിർമ്മിക്കാൻ ഉപയോഗിച്ചിട്ടുള്ള ആദിമമായിട്ടുള്ള റോ മെറ്റീരിയൽ ആണെന്ത്? മൂലപ്രകൃതി. അപ്പം രണ്ടെന്ത്? പരമാത്മാവാരാണ്? അങ്ങനെ പുരുഷനെന്ന് പറഞ്ഞു. അപ്പം പുരുഷനും പരമാത്മാവും ഒന്നാണോ എന്നൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അവിടുത്തെ പുരുഷൻ എന്ത്? ആത്മാവാണ്. അപ്പോൾ പരമാത്മാവാരാണ്? പരമാത്മാവ് എന്നത് ശുദ്ധമായ ബോധം, പ്യുവർ കോൺഷ്യസ്നെസ്. ആത്മാവും അതേപോലെ തന്നെ. അപ്പം ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ജഡമായ പ്രകൃതിക്ക് മുകളിൽ നിൽക്കുന്ന എന്ത്? പരമചൈതന്യമാണ്. അപ്പം മണ്ണും കല്ലും സ്വന്തമായി ഒരു വീടാകില്ല, അല്ലേ? അതിനൊരു ശില്പി വേണം. ആ ശില്പിയുടെ സ്ഥാനമാണ് ആർക്കുള്ളത്? പരമാത്മാവിനുള്ളത്. അപ്പം പരമാത്മാവിൻ്റെ സാന്നിധ്യത്താലാണ് ഈ ജഡമായ പ്രകൃതിയും ചലനവും സൃഷ്ടിയും ഉണ്ടാകുന്നത്. മനസ്സിലായോ? അപ്പം ഒരു വീട് വെക്കണമെങ്കിൽ എന്ത് വേണം? കല്ലും മണ്ണും ഒക്കെ വേണം, അല്ലേ? കല്ലും മണ്ണും തന്നെ വീടാവില്ല. പക്ഷെ അത് ആര് വേണം? ഒരു ശില്പി ഉണ്ടായിരിക്കണം. ആ കല്ലും മണ്ണും കൂട്ടി യോജിപ്പിച്ചിട്ട് ഒരു വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ പരമാത്മാവിൻ്റെയും സ്ഥാനം എന്താണ്? ആ ശില്പിയുടെ സ്ഥാനമാണ്. അപ്പം പരമാത്മാവിൻ്റെ സാന്നിധ്യത്താലാണ് ജഡമായ പ്രകൃതിയിൽ ചലനവും സൃഷ്ടിയും എല്ലാം ഉണ്ടാകുന്നത്. അപ്പം ഭഗവത്ഗീതയിൽ 7ാം അധ്യായത്തിൽ ഭഗവാൻ തൻ്റെ 2 പ്രകൃതികളെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. എന്താണ്? അപരേയം ഇതസ്ത്വന്യാം പ്രകൃതിം വിദ്ധിമേ പരാം ജീവഭൂത മഹാഭാവോ യയേദം ധാര്യതേ ജഗത്. അപരാപ്രകൃതി, അതായത് താഴ്ന്ന പ്രകൃതി. ഇതൊക്കെയാണ് മണ്ണ്, വെള്ളം, അഗ്നി, വായു, ആകാശം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ആ 24 തത്വങ്ങൾ ഉൾപ്പെടുന്നത്. അപ്പം ഇതെന്താണ്? ഭഗവാന്റെ ജഡമായ മായാശക്തിയാണ്. അതാണ് അപരേയം ഇതസ്ത്വന്യാം പ്രകൃതിയും വിദ്ധിമേ പരാം. പരാപ്രകൃതി എന്താണ്? ഉയർന്ന വ്യക്തി, പ്രപഞ്ചത്തെ മുഴുവൻ താങ്ങി നിർത്തുന്ന ആര്? ജീവചൈതന്യം. അപ്പം ഈ 2 പ്രകൃതികളും എന്ത്? അപ്പം ഈ പ്രപഞ്ചത്തെ മുഴുവൻ താങ്ങി നിൽക്കുന്ന ജീവചൈതന്യം, ആത്മാവ്. അപ്പം ഈ 2 പ്രകൃതികളും തൻ്റേതാണെന്നും അല്ലെങ്കിൽ തൻ്റെ ശക്തികളാണെന്നും എന്നാൽ താൻ ഇതിനെല്ലാം മുകളിൽ നിൽക്കുന്ന പരമാത്മാവാണെന്നും ഭഗവാൻ കൃഷ്ണൻ ഇവിടെ വ്യക്തമാക്കുന്നു. കൂടാതെ 9ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നത് മയാധ്യക്ഷേണ പ്രകൃതി സൂയതേ സചരാചരം. എൻ്റെ അധ്യക്ഷതയിൽ, അതായത് എൻ്റെ മേൽനോട്ടത്തിലാണെന്ത്? പ്രകൃതി ചരാചരങ്ങളായ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മൂലപ്രകൃതി എന്ന് പറയുന്നത് കൃഷ്ണൻ്റെ ഭൗതികമായ ശക്തി മാത്രമാണ്. അതെന്ത്? മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ജഡവസ്തു. പരമാത്മാവ് കൃഷ്ണൻ
ആ ശക്തിയെ നിയന്ത്രിക്കുന്ന മാറ്റങ്ങളില്ലാത്ത ശക്തിമാനാണ് ആര്? യജമാനൻ. അതുകൊണ്ട് മൂലപ്രകൃതി എന്നതാരാ? കൃഷ്ണനല്ല, മറിച്ച് കൃഷ്ണൻ്റെ നിയന്ത്രണത്തിലുള്ള പ്രപഞ്ചത്തിൻ്റെ ആദിമമായ ഭൗതിക രൂപം മാത്രമാണ്. ശക്തിമാനും ശക്തിയും അല്ലേ? അപ്പം ഒരു വിളക്ക് കത്തിച്ച് വെച്ചിട്ട് നമ്മളിവിടെ നിന്ന് ഊതിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത്? ആ വിളക്ക് കെട്ടുപോകും. ആ വിളക്കിന് വേണ്ടുന്ന കാറ്റ് കൊടുക്കുന്ന ആരാണ്? നമ്മളാണ്. അപ്പം അതുപോലെയാണ് എന്ത്? ഭഗവാന്റെ ശക്തി. അപ്പം മൂലപ്രകൃതി എന്ന് പറയുന്നത് ഭഗവാന്റെ ഭൗതികമായ ശക്തി മാത്രമാണ്. അത് മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ജഡവസ്തുവാണ്. ആത്മാവ് അല്ലേ, പുരുഷൻ പ്രകൃതിയുടെ ശരീര ഗുണങ്ങളുമായി സ്വയം അടയാളപ്പെടുമ്പോഴാണ് എന്ത്? മനുഷ്യൻ സംസാര സാഗരത്തിൽ അകപ്പെട്ടു പോകുന്നത്. അപ്പം നമ്മുടെ ദുഃഖത്തിൻ്റെ കാരണം നമ്മൾ പറഞ്ഞു വരുന്നത് സാഖ്യയോഗത്തിൻ്റെ കുറിച്ചാണ് പറയുന്നത്. അപ്പം അതിൽ പറയുന്നതാണ് ദുഃഖത്തിൻ്റെ കാരണം, നമ്മുടെ ദുഃഖത്തിൻ്റെ കാരണവും മുക്തിമാർഗവും. അപ്പം ആത്മാവ് എന്താണ്? പ്രകൃതിയുടെ ശരീര ഗുണങ്ങളുമായി സ്വയം അടയാളപ്പെടുത്തുമ്പോഴാണ് എന്ത് വരുന്നത്? നമ്മൾ ഈ സംസാര ദുഃഖത്തിൽ അകപ്പെടുന്നത്. താൻ ശരീരമല്ല, മാറ്റമില്ല, ആത്മാവാണെന്ന് മനുഷ്യൻ എന്ത് ചെയ്യുന്നു? മറന്നു പോകുന്നു. അതാണ് ഈ അവസ്ഥ. അതുകൊണ്ടാണെന്ത്? ഈ ദുഃഖത്തിൻ്റെ കാരണം എന്ന് പറയുന്നത്. അപ്പം ശരീരത്തിനുണ്ടാകുന്ന സുഖവും ദുഃഖവും രോഗവും വാർദ്ധക്യവും തനിക്കാണെന്ന് ആര് തെറ്റിദ്ധരിക്കുന്നു? മനുഷ്യൻ തെറ്റിദ്ധരിക്കുന്നു. ഈ അവിവേകമാണ് എന്തിന് കാരണം? എല്ലാ ദുഃഖങ്ങളും കാരണം. എല്ലാ ദുഃഖങ്ങൾക്കും കാരണം എന്താണ്? താൻ ഈ ശരീരമല്ല, മാറ്റമില്ലാത്ത ആത്മാവാണെന്ന് മനുഷ്യൻ മറന്നു പോകുന്നു. പിന്നെയോ ശരീരത്തിനുണ്ടാകുന്ന സുഖവും ദുഃഖവും രോഗവും വാർദ്ധക്യവും എന്ത്? തനിക്കാണെന്ന് അവൻ തെറ്റിദ്ധരിക്കുന്നു. ഈ അവിവേകമാണ് എല്ലാ ദുഃഖങ്ങൾക്കും എന്ത്? കാരണം. ഇപ്പോൾ കൃത്യമായ വിവേചന ബുദ്ധിയിലൂടെ ശരീരവും മനസ്സും താനല്ല, താൻ സാക്ഷിയായ ആത്മാവാണെന്ന് തിരിച്ചറിയുമ്പോൾ മനുഷ്യൻ പ്രകൃതിയുടെ ബന്ധനത്തിൽ നിന്ന് മോചിതനാകുന്നു. മനുഷ്യൻ പ്രകൃതിയുടെ ബന്ധനത്തിൽ നിന്ന് മോചിതനാകുന്നത് എങ്ങനെയാണ്? കൃത്യമായ വിവേചന ബുദ്ധിയിലൂടെ ശരീരവും മനസ്സും താനല്ല, താൻ സാക്ഷിയായ ആത്മാവാണെന്ന് തിരിച്ചറിയുമ്പോൾ മനുഷ്യൻ പ്രകൃതിയുടെ ബന്ധനത്തിൽ നിന്ന് മോചിതനാകുന്നു. അപ്പം കപിലദേവൻ ഇതിനെ എന്താ പറയുന്നത്? സേശ്വര സാഖ്യം, ഈശ്വരനോട് കൂടിയ സാഖ്യം. ആ രീതിയിലാണ് കപിലദേവൻ പഠിപ്പിച്ചത്. അതായത് പ്രകൃതിക്കും പുരുഷനും മുകളിലായി പ്രപഞ്ചത്തിൻ്റെ പരമമായ കാരണമായി പരമാത്മാവ് അല്ലെങ്കിൽ ഈശ്വരൻ ഉണ്ടെന്ന് അദ്ദേഹം എന്ത് ചെയ്യുന്നു? സമർത്ഥിക്കുന്നു. അപ്പം ഭഗവാനിൽ അടിയുറച്ച ഭക്തിയിലൂടെ മാത്രമേ പ്രകൃതിയുടെ ബന്ധനത്തിൽ നിന്ന് മോചനം നേടി ആത്മസാക്ഷാത്കാരം സാധ്യമാകൂ എന്ന് കപിലദേവൻ അടിവരയിടുന്നു. നമുക്ക് രണ്ട് കപിലന്മാരെ കുറിച്ച് സംശയമുണ്ട്. രണ്ട് കപിലന്മാരെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ചരിത്രപരമായി ഒരു വലിയ വ്യക്തത തന്നെ ഇതിനെന്ത് ആവശ്യമുണ്ട്. അപ്പം ഭാരതീയ ദർശനങ്ങളുടെ ചരിത്രത്തിൽ രണ്ട് കപിലന്മാരെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. സനാതന ധർമ്മത്തിലെ ആചാര്യന്മാർ ഇവരെ കൃത്യമായി വേർതിരിച്ച് കാണിക്കുന്നുണ്ട്. ദൈവീക കപിലൻ, അതായത് ഭാഗവത കപിലൻ, ആസ്തികൻ, നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന കപിലൻ. അദ്ദേഹം കർദമ പ്രജാപതിയുടെയും ദേവഹൂതിയുടെയും മകനായ ഭഗവാന്റെ അവതാരം. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം എന്താണ്? സേശ്വര സാഖ്യമാണ്. ഇത് ഈശ്വരനിലും ഭക്തിയിലും അധിഷ്ഠിതമാണ്. പിന്നെ നിരീശ്വര കപിലൻ, നാസ്തികൻ, ലൗകിക കപിലൻ എന്നൊക്കെ വിളിക്കും. പിൽക്കാലത്ത് ചില പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ശ്രീബുദ്ധൻ്റെ കാലഘട്ടത്തിനടുത്തോ അല്ലെങ്കിൽ അതിന് ശേഷമോ ജീവിച്ചിരുന്ന മറ്റൊരു ദാർശനികനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ ഗ്രന്ഥമാണെന്ത്? സാഖ്യസൂത്രം. ഇത് നിരീശ്വര സാഖ്യമാണ്, അല്ലെങ്കിൽ നിരീശ്വര സാഖ്യം എന്നറിയപ്പെടുന്നു. പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിൽ പ്രകൃതി, പുരുഷൻ എന്നീ രണ്ട് തത്വങ്ങൾ മാത്രമേ ഉള്ളൂ എന്നും ഒരു ഈശ്വരൻ്റെ ആവശ്യമില്ലെന്നും ഈ ശാസ്ത്രം വാദിക്കുന്നു. വേദങ്ങളെ തള്ളിക്കളയുന്നില്ലെങ്കിലും ഈശ്വരൻ്റെ അസ്തിത്വത്തെ അനുകൂലിക്കാത്തത് കൊണ്ട് ഇതിനെ ഒരു പരിധിവരെ നാസ്തിക ചിന്തയായി കണക്കാക്കുന്നു. ഭഗവത്ഗീതയിലും ശ്വേതാശ്വതരോപനിഷത്തിലും ഭാഗവതത്തിലും പരാമർശിച്ചിരിക്കുന്ന ആരെക്കുറിച്ചാണ്? ഭഗവാന്റെ അവതാരമായ ദൈവവിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ആദി കപിലനെ കുറിച്ചാണ്. പിൽക്കാലത്ത് വന്ന നാസ്തിക സാഖ്യവാദികൾ തങ്ങളുടെ ആശയങ്ങൾക്ക് പ്രമാണിത്വം കിട്ടാൻ വേണ്ടി യഥാർത്ഥ അവതാര പുരുഷനായിട്ടുള്ള
കപിലമുനിയുടെ പേര് ഉപയോഗിച്ചതാകാം എന്നാണ് ആചാര്യന്മാർ വ്യക്തമാക്കുന്നത്. അപ്പം അമ്മയ്ക്ക് ഈ ഒരു ഉപദേശമൊക്കെ കൊടുത്തതിന് ശേഷം സംഭവിച്ച കുറച്ച് ലീലകളൂടെ നമുക്ക് നോക്കാം. അപ്പോൾ തൻ്റെ അവതാര ലക്ഷ്യം പൂർത്തീകരിച്ച ഭഗവാൻ കപിലൻ പിന്നെ എങ്ങോട്ടാണ് പോയത്? അദ്ദേഹത്തിൻ്റെ ഉപദേശം മാതാവിൽ നിന്ന് എന്ത് മാറ്റമാണ് ഉണ്ടാക്കിയത്? ദേവഹൂതിയുടെ ജീവമുക്തിയും സിദ്ധപദ നദിയും. മകൻ്റെ ഉപദേശം കേട്ട ദേവഹൂതി സർവലൗകിക ചിന്തകളും വെടിഞ്ഞ് സരസ്വതീ നദിക്കരയിലെ തൻ്റെ ആശ്രമത്തിലിരുന്ന് കഠിനമായ തപസ് ചെയ്തു. കപിലമുനി ഉപദേശിച്ച യോഗമാർഗത്തിലൂടെ അവർ സിദ്ധി കൈവരിക്കുകയും ഒടുവിൽ അവരുടെ ശരീരം ഒരു അരുവിയായി സിദ്ധപദ നദിയായി മാറി അവർ പരമപദം പ്രാപിക്കുകയും ചെയ്തു. അപ്പോൾ ഇന്നും ഗുജറാത്തിൽ സിദ്ധപൂർ മാതൃഗയ എന്നറിയപ്പെടുന്ന ഈ സ്ഥലം മാതൃശ്രാദ്ധത്തിന് ഏറ്റവും പവിത്രമായ ഇടമായി കണക്കാക്കപ്പെടുന്നു. പിന്നെ കപിലമുനിയുടെ പ്രയാണവും ഗംഗാസാഗറും. മാതാവിന് ജ്ഞാനം നൽകിയ ശേഷം കപിലമുനി വടക്ക് കിഴക്ക് ദിശയിലേക്ക് യാത്രയായി. അദ്ദേഹം ഭാരതത്തിൻ്റെ കിഴക്കേ അറ്റത്തുള്ള ഗംഗാസാഗരത്തിൽ, ഇന്ന് പശ്ചിമ ബംഗാളിലെ ഭഗീരഥി നദിയും ബംഗാൾ ഉൾക്കടലും സംഗമിക്കുന്ന സ്ഥലം, അവിടെ വന്ന് എന്തായി? തപസ്സനുഷ്ഠിച്ചു, അല്ലെങ്കിൽ തപസ് ആരംഭിച്ചു. പ്രപഞ്ചത്തിൻ്റെ നന്മയ്ക്കായി അദ്ദേഹം ഇന്നും ഇവിടെ സൂക്ഷ്മരൂപത്തിൽ തപസ് ചെയ്യുന്നു എന്നാണ് വിശ്വാസം. പിന്നെ ലീലയുടെ ഭാഗമായിട്ടുള്ളതാണെന്ത്? സഗരപുത്രന്മാരുടെ ഭസ്മീകരണവും ഗംഗാവതരണവും. ത്രേതായുഗത്തിൽ സൂര്യവംശത്തിലെ രാജാവായ സഗരൻ്റെ കാലത്ത് ഒരു നിർണായകമായ ഒരു സംഭവം നടന്നു. സഗരൻ നടത്തിയ അശ്വമേധയാഗത്തിൻ്റെ കുതിരയെ ദേവേന്ദ്രൻ ഒളിപ്പിച്ചു വെച്ചത് ധ്യാനത്തിലിരുന്ന കപിലമുനിയുടെ ആശ്രമത്തിന് പിന്നിലായിരുന്നു. കുതിരയെ തിരഞ്ഞു വന്ന സഗരൻ്റെ 60,000 പുത്രന്മാർ ധ്യാനത്തിലിരുന്ന കപിലമുനിയെ കള്ളനെന്ന് തെറ്റിദ്ധരിച്ച് ആക്രമിക്കാൻ തുനിഞ്ഞു. ധ്യാനത്തിൽ നിന്നുണർന്ന ഭഗവാന്റെ നേത്രങ്ങളിൽ നിന്ന് വരുന്ന താപോഗ്നിയിൽ എന്താറ്റി? 60,000 നഗരപുത്രന്മാരും അവിടെ തന്നെ കരിഞ്ഞ് ഭസ്മമായി പോയി. പിൽക്കാലത്ത് സഗരന്റെ വംശത്തിലെ രാജാവായ ഭഗീരഥൻ കഠിന തപസ് ചെയ്ത് പരമശിവന്റെ ജടയിലൂടെ ആകാശഗംഗ എവിടെ എത്തിച്ചു? ഭൂമിയിലെത്തിച്ചു. ആ ഭഗീരഥൻ വഴികാട്ടിയതനുസരിച്ച് ഗംഗാദേവി കപിലമുനിയുടെ ആശ്രമത്തിലെത്തുകയും അവിടെ കിടന്ന സഗരപുത്രന്മാരുടെ ഭസ്മത്തെ സ്പർശിച്ച് അവർക്ക് മോക്ഷം നൽകുകയും ചെയ്തു. കപിലമുനി ഇരുന്ന ഈ പുണ്യഭൂമിയാണ് ഇന്ന് ലക്ഷക്കണക്കിന് തീർത്ഥാടകരെത്തുന്ന ഗംഗാസാഗർ സംഗമം. അപ്പം ഈ ചരിത്രങ്ങളൊന്നും കേവലം കഥകളല്ല. നമ്മുടെ പ്രധാനപ്പെട്ട വേദങ്ങളിലും ഇതിഹാസങ്ങളിലും മറ്റു പുരാണങ്ങളിലും വളരെ വ്യക്തമായിട്ടെന്ത് ഇതിനെക്കുറിച്ചൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട്. കപിലമുനിയെക്കുറിച്ചും ആ ലീലകളെക്കുറിച്ചും ഒക്കെ വേദങ്ങളിലും ഉപനിഷത്തുകളിലും ഒക്കെ കൃഷ്ണ യജുർവേദത്തിലെ ശ്വേതാശ്വതരോപനിഷത്തിൽ 5-ാം അധ്യായം 2-ാം ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട്, ഋഷിയും പ്രസൂതം കപിലം യസ്തമഗ്രേ. അതായത് ഭൂമിയുടെ തുടക്കത്തിൽ ഭഗവാൻ ജ്ഞാനം നൽകി അനുഗ്രഹിച്ച ജ്ഞാനിയായ ഋഷിയാണ് കപിലൻ. ഋഗ്വേദത്തിലെ ചില സൂക്തങ്ങളിലും കപില എന്ന വാക്ക് ജ്ഞാനിയായ മഹർഷിയെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെയോ മഹാഭാരതത്തിലെ ശാന്തി പർവ്വതത്തിൽ എന്താണ്? ഭീഷ്മ പിതാമഹൻ യുധിഷ്ഠിരന് ജ്ഞാനോപദേശം നൽകുന്ന ഭാഗത്ത് സാംഖ്യശാസ്ത്രത്തിൻ്റെ ആചാര്യനായി കപിലമുനിയെ വാഴ്ത്തുന്നുണ്ട്. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം ഭഗവത്ഗീതയിൽ 10-ാം അധ്യായത്തിൽ ഭഗവാൻ കപിലനെ സ്വന്തം വിഭൂതിയായിട്ട് തന്നെ പ്രഖ്യാപിക്കുന്നു. പിന്നെ വിഷ്ണു പുരാണം, പത്മപുരാണം, ബ്രഹ്മാണ്ഡ പുരാണം, രാമായണം, ഈ ഗ്രന്ഥങ്ങളിലെല്ലാം ഭഗവാന്റെ അംശാവതാരമായിട്ട് കർദവൻ്റെ മകനായി ജനിച്ച കപിലനെക്കുറിച്ചും സഗരപുത്രന്മാരുടെ കഥയെക്കുറിച്ചും രാമായണം ബാലകാണ്ഡത്തിലും വിഷ്ണു പുരാണത്തിലും വിശദമായി പ്രതിപാദിക്കുന്നു. ശ്രീമദ് ഭാഗവതത്തിലെ 1-ാം സ്കന്ധത്തിൽ 3-ാം അധ്യായം 10-ാമത്തെ ശ്ലോകത്തിലാണ് പ്രധാനമായിട്ടും ഈ ഭഗവാന്റെ അവതാരത്തെ വിവരിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്താണ്? കപിലദേവനെ സിദ്ധേശൻ, തുടക്കത്തിൽ പറഞ്ഞുകൊണ്ട് കപിലദേവനെ സിദ്ധേശൻ അഥവാ സിദ്ധന്മാരിൽ വെച്ച് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നവൻ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. അപ്പം ആ ശ്ലോകവും കൂടെ നമുക്ക് നോക്കാം. എന്താണ്?
പഞ്ചമ കപിലോ നാമ സിദ്ധേശ കാലവിപ്ലുതം പ്രോവാചാസുരയെ സാഖ്യം തത്വഗ്രാമ വിനിർണയം. എന്നുവെച്ചാൽ എന്താണ്? ഭഗവാന്റെ 5ാമത്തെ അവതാരമായ കപിലമുനി സിദ്ധന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനാണ്. കാലാന്തരത്തിൽ നഷ്ടപ്പെട്ടു പോയ പ്രപഞ്ച സൃഷ്ടിക്ക് ആധാരമായ 24 മൂലതത്വങ്ങളെയും അതിഭൗതിക ശാസ്ത്രത്തെയും അദ്ദേഹം ആസുരി എന്ന ബ്രഹ്മാവിന് ഉപദേശിച്ചു കൊടുത്തു. അപ്പോൾ ഈ ശ്ലോകം അനുസരിച്ച് കപിലമുനി തൻ്റെ സാഖ്യശാസ്ത്രം ആദ്യം ഉപദേശിക്കുന്നത് ആസുരി എന്ന ബ്രാഹ്മണനാണ്. മാതാവായ ദേവഹൂതിക്ക് ഉപദേശിച്ച അതേ ജ്ഞാനം അല്ലേ, തത്വഗ്രാമ വിനിർണയം, ഭൗതിക ഘടകങ്ങളുടെ ആകത്തുകയായ 24 തത്വങ്ങളുടെ അപഗ്രഥനം. അപ്പം അതേ ജ്ഞാനം തന്നെയാണ് ആർക്ക്? കപിലദേവൻ തൻ്റെ പ്രധാന ശിഷ്യനായിട്ടുള്ള ആസുരി മഹർഷിക്കും പകർന്നു നൽകുന്നത്. ആസുരിയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ പഞ്ചശിഖൻ വഴിയാണ് ഈ ജ്ഞാനം തലമുറകളിലേക്ക് കൈമാറപ്പെട്ടത്. പിന്നീട് മഹാഭാരത യുദ്ധകാലത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഗീത ഉപദേശിച്ചപ്പോഴും ഈ സാഖ്യശാസ്ത്രത്തിലെ പല തത്വങ്ങളും, ഏതൊക്കെയാണ് ആ തത്വങ്ങൾ? ആത്മാവിൻ്റെ അമരത്വം, പ്രകൃതിയുടെ 3 ഗുണങ്ങൾ എന്നിവ അതിൽ ഉൾപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ ചുരുക്കത്തിൽ കപിലദേവൻ്റെ അവതാരവും അതിനുശേഷം നടന്ന സംഭവങ്ങളുമായത് വിഖ്യാതമായ ഗംഗാവതരണത്തിലും മഹാഭാരതത്തിലെ സാഖ്യയോഗ ദർശനങ്ങളുടെ ശക്തമായ അടിത്തറ പാകുന്നതിനും കാരണമായത്. ചുരുക്കി പറഞ്ഞാൽ എന്താണ് സാഖ്യയോഗം? നമ്മുടെ ശരീരത്തെയും പ്രപഞ്ചത്തെയും ഒരു ശാസ്ത്രജ്ഞനെ പോലെ വിശകലനം ചെയ്ത് അതിൽ നിന്നും ഭക്തിയിലൂടെയും ജ്ഞാനത്തിലൂടെയും മോചനം നേടി പരമാനന്ദം കണ്ടെത്താൻ പഠിപ്പിക്കുന്ന ഉദാത്തമായ യോഗമാർഗമാണെന്ത്? സാഖ്യയോഗം. കേവലം ലൗകിക ദുഃഖങ്ങളിൽ പെട്ടുഴലുന്ന മനുഷ്യന് താൻ ശരീരമല്ല, സാക്ഷിയായ ആത്മാവാണെന്ന ബോധം നൽകി ഭഗവത് ഭക്തിയിലേക്ക് വഴി നടത്തുന്ന കപിലഗീതയിലെ ഉപദേശങ്ങൾ എന്താണ്? ഇന്നും പ്രസക്തമാണ്. ഈ ജ്ഞാനം നമ്മുടെ ജീവിതത്തിലും പകർത്തി ശരീരത്തിൻ്റെ സുഖദുഃഖങ്ങൾക്കപ്പുറമുള്ള പരമമായ ആത്മശാന്തി നേടാൻ ഭഗവാൻ കപിലദേവന്റെ ചരിത്രം നമുക്ക് പ്രചോദനമാകട്ടെ. സിദ്ധാനാം കപിലോ മുനി. ഭഗവാൻ കപിലന്റെ ചരണാരവിന്ദങ്ങളിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഹരേ കൃഷ്ണ. സംശയങ്ങളും കാര്യങ്ങളുമൊക്കെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അടുത്ത ആഴ്ച അടുത്ത അവതാരലീലയുമായിട്ട് കണ്ടുമുട്ടാം. ഹരേ കൃഷ്ണ.